വെൽക്കം ടു പോളാർ മാത്സ് ടിപ്സ്. ഇന്ന് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം 2 സെക്കൻഡ് കൊണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കിനി നോക്കാം എങ്ങനെയാണെന്ന്. നമുക്കറിയാം, സാധാരണ 1ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതാറുണ്ട്. നമുക്കിവിടെ നിന്ന് എഴുതാം 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഈ 1 എന്നുള്ളത് ഞാൻ 2 ഡിജിറ്റായിട്ടാണ് എഴുതുന്നത്. 0 1. 1ൻ്റെ സ്ക്വയർ 0 1. 2ൻ്റെ സ്ക്വയർ 0 4. 3ൻ്റെ സ്ക്വയർ 0 9. 4ൻ്റെ സ്ക്വയർ 16. 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ 0 ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. ഇനി നമുക്ക് 5-ൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളായ 15, 25, 35, 45, 55, 65 ഇങ്ങനെ വരുന്ന സംഖ്യകളുടെ സ്ക്വയർ പെട്ടെന്ന് കണ്ടെത്താം. അപ്പോൾ 15ൻ്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ 15ൻ്റെ അതായത് 1ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25 ആ 25 നമ്മൾ അതേപോലെ എഴുതുന്നു. 10ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 1 ആണ്. 1നെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത സംഖ്യ 2 ആണ്. അപ്പോൾ 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2. അപ്പം 15ൻ്റെ സ്ക്വയർ 225 ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, 45ൻ്റെ സ്ക്വയർ കണ്ടെത്തുന്നു. അപ്പോൾ 5ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി 25. പിന്നെ 4ൻ്റെ തൊട്ടടുത്ത സംഖ്യ 5 ആണ്. 4 × 5 20. 2025 എന്ന് ആൻസർ കിട്ടി. മറ്റൊരു എക്സാമ്പിൾ, 65 സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി 25. അടുത്ത സംഖ്യ 6 ആണ്. 6ൻ്റെ തൊട്ടടുത്ത സംഖ്യ 7. 6 × 7 42. അപ്പോൾ 4225 എന്ന് ആൻസർ കിട്ടി. മറ്റൊരു എക്സാമ്പിൾ, 85ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25. പിന്നെ അടുത്ത സംഖ്യ 8 ആണ്. 8നെ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം 8 × 9 72. 7225 എന്ന് നമുക്ക് ആൻസർ കിട്ടി. മറ്റൊരു എക്സാമ്പിൾ, 35ൻ്റെ സ്ക്വയർ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 എഴുതി. 3ൻ്റെ അടുത്ത സംഖ്യ 3 ആണ്. 3ൻ്റെ തൊട്ടടുത്ത സംഖ്യ 4. 3 × 4 12. അപ്പോൾ 1225 എന്ന് കിട്ടി. നമ്മൾ വളരെ വേഗം ചെയ്തു. ഇനി നമുക്ക് 1 മുതൽ 100 വരെ 1നും 100നും ഇടയ്ക്കുള്ള എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ നമുക്ക് കണ്ടെത്താം. അപ്പം ആദ്യം നമുക്ക് 26ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പം 26 സ്ക്വയർ എന്ന് ഇവിടെ എഴുതി. ഈ 26ലെ 2 അക്കങ്ങൾ നമ്മൾ 2 6 എന്ന് എഴുതി. ആദ്യം 2ൻ്റെ സ്ക്വയർ അതിൻ്റെ തൊട്ട് താഴെ എഴുതുന്നു. 0 4 0 4 4 പിന്നെ 2 ഡിജിറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു 0 കൂടെ ലെഫ്റ്റ് സൈഡിൽ ചേർത്തു. അപ്പോൾ 0 4. 6ൻ്റെ സ്ക്വയർ 36. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 6നെ 2 കൊണ്ട് ഗുണിക്കും. ഈ 2 അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുന്നു. അപ്പോൾ 2 × 6 12. 12ൻ്റെ ഡബിൾ ചെയ്ത് വരുമ്പോൾ 24. ഈ 24 എഴുതുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. നമ്മൾ ഈ 6ൻ്റെ തൊട്ട് താഴെ എഴുതത്തില്ല. രണ്ടാമത്തെ അക്കത്തിൻ്റെ തൊട്ട് താഴെയേ എഴുതൂ. അപ്പോൾ 24. 3ൻ്റെ താഴെ 4 എഴുതി. 4ൻ്റെ താഴെ 2 എഴുതി. ഇനി നമ്മളിത് കൂട്ടുന്നു. അപ്പം 6 3 4 കൂടെ കൂട്ടുമ്പോൾ 7. 4 2 6. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 676. മറ്റൊരു എക്സാമ്പിൾ, 47. അപ്പം 4ൻ്റെ സ്ക്വയർ അതിൻ്റെ തൊട്ട് താഴെതായി എഴുതുന്നു. 4ൻ്റെ സ്ക്വയർ 16. 7ൻ്റെ സ്ക്വയർ 49. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 4ഉം 7ഉം കൂടെ ഗുണിക്കുന്നു. 4 7ഉം കൂടെ ഗുണിച്ചാൽ 28. 28ന് ഡബിൾ ചെയ്യുമ്പം അല്ലെങ്കിൽ 28ൻ്റെ ഇരട്ടി 56. 56 എഴുതുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. 9ൻ്റെ നേരെ താഴെ എഴുതത്തില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഡിജിറ്റായ 4ൻ്റെ നേരെ താഴെയാണ് ഈ സംഖ്യ എഴുതുന്നത്. അപ്പം 4ൻ്റെ തൊട്ട് താഴെ 6 എഴുതി. പിന്നെ 5 കൂട്ടുന്നു. 9 6 4 10 0 ശിഷ്ടം 1. 6 5 11 1 12 2 ശിഷ്ടം 1 1 1 2. അപ്പോൾ നമുക്ക് കിട്ടി 2209. ഇനി മറ്റൊരു എക്സാമ്പിൾ, 93 സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ 9ൻ്റെ സ്ക്വയർ എഴുതി 81. 3ൻ്റെ സ്ക്വയർ എഴുതി 0 9. ഇനി 9 3 കൂടെ ഗുണിക്കുന്നു. 9 3 കൂടെ ഗുണിച്ചാൽ 27. 27ൻ്റെ ഡബിള് 54 എഴുതുന്നു.
അപ്പം 9ൻ്റെ തൊട്ട് താഴെ എഴുതത്തില്ല. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന അക്കമായ 0യുടെ തൊട്ട് താഴെയാണ് 4 എഴുതുന്നത്. 4 ഇപ്പുറത്ത് 5. 9 4 5 1 6 8. 8649 നമുക്ക് ആൻസർ കിട്ടി. ഇനി മറ്റൊരു എക്സാമ്പിൾ 76ൻ്റെ സ്ക്വയർ. ഇപ്പോഴാണ് ആദ്യം നമ്മൾ 7ൻ്റെ സ്ക്വയർ എഴുതുന്നു 49, 6ൻ്റെ സ്ക്വയർ എഴുതി 36. 7ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 42 കിട്ടും. അത് ഡബിൾ ചെയ്യുമ്പം 84. ഇപ്പം 6ൻ്റെ താഴെ എഴുതത്തില്ല. 3ൻ്റെ തൊട്ട് താഴെ 4 എഴുതുന്നു. അപ്പോൾ ഇത് 9ൻ്റെ തൊട്ട് താഴെ 8. ഇനി അത് കൂട്ടുന്നു 6 4 3 7. 9 കിട്ടും. 17ന് 7 ശിഷ്ടം 1 4 1 5. 5776 നമുക്ക് ആൻസർ കിട്ടി. മറ്റൊരു എക്സാമ്പിൾ 87 സ്ക്വയർ. ഇപ്പോൾ 8ൻ്റെ സ്ക്വയർ എഴുതുന്നു 64, 7ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതുന്നു 49. 8 7ഉം കൂടെ ഗുണിക്കും. അപ്പോൾ 56 കിട്ടും. അത് ഡബിൾ ചെയ്യുമ്പോൾ 112. അപ്പോൾ അതും 9ൻ്റെ തൊട്ട് താഴെ എഴുതത്തില്ല. 4ൻ്റെ തൊട്ട് താഴെ 2 എഴുതി. അടുത്ത 4ൻ്റെ തൊട്ട് താഴെ 1 എഴുതി. അടുത്ത 6ൻ്റെ തൊട്ട് താഴെ 1 എഴുതി. കൂട്ടുമ്പോൾ 9 6 4 1 5 6 1 7. 7569 എന്ന് കിട്ടി. അപ്പം ഇത് വളരെ വേഗം നമുക്ക് സ്ക്വയർ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.